നമസ്കാരം. നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. ബിജെപി സിപിഎം സംഘർഷം തുടരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ സിപിഎം പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. കണ്ണൂർ ഇരിട്ടിയിൽ സിപിഎം പ്രവർത്തകന് വെട്ടേറ്റു. ചെറുതാഴത്ത് RSS കാര്യാലയത്തിന് തീയിട്ടു. വിവരങ്ങളുമായി അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, പേരാമ്പ്രയിൽ എന്താണ് സംഭവിച്ചത്? ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് പേരാമ്പ്ര കണ്ണിപ്പൊയിൽ ഉള്ള സിപിഎം പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബേറുണ്ടായത്. വടക്കേടത്ത് താഴെക്കുനിയിൽ രാധാകൃഷ്ണന്റെ വീടിന് നേരെയാണ് ബോംബേറുണ്ടായത്. വീടിന്റെ ജലച്ചില്ലുകളും അതേപോലെ തന്നെ വീട്ടുപകരണങ്ങളും ഒക്കെ തകർന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള കാര്യം സിപിഎം ഇതുവരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് രാധാകൃഷ്ണൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിപിഎം മുസ്ലിം ലീഗ് സംഘർഷം തുടരുന്ന പ്രദേശമാണ് പേരാമ്പ്രയിലും വടകരയിലും ഇന്നലെ മുതൽ പോലീസ് പൊതുയോഗങ്ങൾക്കും അതേപോലെ തന്നെ പ്രകടനങ്ങൾക്കും തന്നെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ സംഘർഷം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിപിഎം ഓഫീസിന് നേരെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെയും എല്ലാം തന്നെ ആക്രമണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ തുടർച്ചയാണോ ഇന്ന് പുലർച്ചെ ഉണ്ടായ ആക്രമണവും എന്ന കാര്യത്തിൽ തീർച്ചയില്ല. അതുകൊണ്ട് തന്നെ ഒരു ആരോപണമോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഏതായാലും നാടൻ ബോംബാണ് എറിഞ്ഞിരിക്കുന്നത്, സ്റ്റീൽ ബോംബല്ല. വലിയ പ്രഹരശേഷി ഉള്ള തരത്തിലുള്ള ബോംബല്ല. പക്ഷേ രാധാകൃഷ്ണന്റെ വീട്ടുകാർ വീട്ടിലുണ്ടായിരുന്നു. ഇവർക്കൊന്നും പരിക്കുകളൊന്നുമില്ല. വീട്ടുപകരണങ്ങൾ തകർന്നിട്ടുണ്ട്, ജനൽച്ചില്ലുകൾ തകർന്നിട്ടുണ്ട്, വീടിന് സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ മേഖലയിൽ നിരന്തരം സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തെ ഗൗരവമായാണ് പോലീസ് കണക്കാക്കുന്നത്. ഏതായാലും കനത്ത സുരക്ഷ പേരാമ്പ്രയിലും പരിസര പ്രദേശങ്ങളിലും ഇപ്പോൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകളിൽ മാത്രമാണ് ഇതിന്റെ ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇക്കാര്യത്തിൽ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരീകരണം ആവശ്യമുണ്ട്. അവർ ആരെയാണ് സംശയിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല. പക്ഷേ വടകരയിലും പേരാമ്പ്രയിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വരുന്ന സംഘർഷങ്ങളുടെ തുടർച്ചയാണ് ഇതും എന്നുള്ള പ്രാഥമികമായ നിഗമനത്തിലാണ് പോലീസ്. ശരി അശ്വിൻ. കണ്ണൂരിന് പുറമെ പത്തനംതിട്ട അടൂരിലും അക്രമമുണ്ടായി. സംഘർഷം കണക്കിലെടുത്ത് അടൂർ താലൂക്ക് പരിധിയിൽ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സംഘർഷം കണക്കിലെടുത്ത് പത്തനംതിട്ട അടൂരിൽ 3 ദിവസത്തേക്ക് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 110 പേരെ അറസ്റ്റ് ചെയ്തതായി DGP അറിയിച്ചു. ഒറ്റപ്പാലത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാവിന് വെട്ടേറ്റു. നെല്ലൂളിയിൽ കൃഷ്ണൻകുട്ടിക്കാണ് വെട്ടേറ്റത്. ഇന്നലെ രാത്രി 7:30യോടെയാണ് ഒറ്റപ്പാലം TB റോഡിലെ കോൺഗ്രസ് ഓഫീസിന് സമീപത്ത് വെച്ച് സംഭവമുണ്ടായത്. ശബരിമല വിഷയത്തിൽ സംസ്ഥാനത്തുണ്ടായ അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ ഡിവൈഎഫ്ഐ പ്രകടനം നടത്തിയിരുന്നു. പ്രകടനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിനിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘം ചേർന്ന് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇന്നത്തെ ട്രെയിൻ സമയം നോക്കാം. മധുരൈ പുനലൂർ പാസഞ്ചർ അരമണിക്കൂർ വൈകി ഓടുന്നു. തിരുവനന്തപുരത്തേക്കുള്ള മലബാർ എക്സ്പ്രസ് 1 മണിക്കൂർ 8 മിനിറ്റ് വൈകി ഓടുന്നു. ബാംഗ്ലൂർ കൊച്ചുവേളി എക്സ്പ്രസ് 1 മണിക്കൂർ 9 മിനിറ്റ് വൈകുന്നു. കന്യാകുമാരി എക്സ്പ്രസ് 43 മിനിറ്റ് വൈകി ഓടുന്നു. സാന്ത്രാഗച്ചി മംഗലാപുരം എക്സ്പ്രസ് 1 മണിക്കൂർ വൈകി ഓടുന്നു. കൊച്ചുവേളി എക്സ്പ്രസ് 26 മിനിറ്റ് വൈകുന്നു. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 2 മണിക്കൂർ 16 മിനിറ്റ് വൈകിയാണ് ഓടുന്നത്. കൊട്ടക്കാമ്പൂർ വില്ലേജിൽ 60-ാം ബ്ലോക്കിലെ തണ്ടപ്പേർ മാറ്റൽ നടപടിക്ക് തുടക്കമായി. രേഖകളിൽ പിശക് കണ്ടെത്തിയതിനെ തുടർന്നാണ് ലാൻഡ് റവന്യൂ കമ്മീഷനുടെ നേതൃത്വത്തിൽ നടപടി തുടങ്ങിയത്. വട്ടവടയും കൊട്ടക്കാമ്പൂരും അടക്കമുള്ള 5 നാട് മേഖലയിൽ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന കർഷകർ കരമടച്ചു വരുന്ന ഭൂമിക്ക് പലതിനും ആവശ്യമായ രേഖകളില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കരം സ്വീകരിക്കുന്നത് നിർത്തിവച്ചിരുന്നു. കൈവശാവകാശ രേഖകൾ അനുവദിക്കുന്നതും നിർത്തിവച്ചു. അതോടെ സ്ഥലം കൈവശമുണ്ടെങ്കിലും പ്രയോജനമില്ലാത്ത അവസ്ഥയിലായി കർഷകർ. വായ്പയും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടു. പ്രതിഷേധം കനത്തു. തുടർന്നാണ് ദേവികുളം സബ് കളക്ടർ രേണുരാജിന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് നടപടി തുടങ്ങിയത്. തണ്ടപ്പേര് മാറ്റാത്തതാണ് കാരണമെന്ന് കണ്ടെത്തിയതിനാൽ
പബ്ലിക് ഹിയറിംഗിൽ രേഖകളിലെ പിശകുകൾ പരിഹരിക്കാൻ നടപടി തുടങ്ങി. 176 പേർക്കാണ് പേർ വെരിഫിക്കേഷൻ നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അവർ ഹാജരാകുന്ന അനുസരിച്ച് ബഹുമാനപ്പെട്ട ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഹിയറിംഗ് നടക്കുകയാണ്. ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി ഒരു 370 പേർ കൂടി നമ്മൾ നോട്ടീസ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ലാൻഡ് റവന്യൂ കമ്മീഷണർ A.T. ജെയിംസ് നേരിട്ടെത്തിയാണ് രേഖകൾ പരിശോധിച്ച് കൈവശരേഖ നൽകിയത്. ന്യൂസ് 18 വട്ടവട. ചൂട് കൂടിയതോടെ ഹൈറേഞ്ചിന്റെ വിവിധ ഇടങ്ങളിൽ തേയിലക്കൊളുന്ത് കരിഞ്ഞുണങ്ങുന്നു. ഉപ്പുതുറ, വാഗമൺ, പീരുമേട്, കുമളി എന്നിവിടങ്ങളിലാണ് കൊളുന്ത് വ്യാപകമായി കരിഞ്ഞുണങ്ങുന്നത്. ചൂടും തണുപ്പും വർദ്ധിക്കുന്നതും നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്നതുമാണ് കൊളുന്ത് കരിയാൻ കാരണം. കയ്യൂലിൻ തളിക്കുകയാണ് ഇതിന് ഏക പരിഹാരമാർഗം. തോട്ടമുടമകളും ചെറുകിട കർഷകരും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. കൊളുന്തുകരിയലിന് പുറമെ തേയിലയ്ക്കുണ്ടാകുന്ന റെഡ് സ്പൈഡർ മൈറ്റ്സ് എന്ന രോഗബാധ കൂടിയായതോടെയാണ് ആശങ്കയേറിയത്. കൊളുന്തിലകൾക്ക് പൂപ്പൽ ബാധയും രൂക്ഷമാണ്. കാലാവസ്ഥാ വ്യതിയാനമുണ്ടായതോടെ ഹെലോപെലിറ്റൈറ്റ്സ് എന്ന പ്രാണിയുടെ ആക്രമണവുമുണ്ട്. ടീ ബോർഡിന്റെ തറവില 13 രൂപ 86 പൈസയാണെങ്കിലും ഗുണമേന്മയനുസരിച്ച് പച്ചക്കൊളുന്തിന് 15 രൂപയ്ക്ക് മുകളിൽ വില ലഭിക്കുന്നുണ്ട്. എന്നാൽ ഉൽപാദനം ഇടിഞ്ഞതാണ് കർഷകരെ വലയ്ക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. പ്രളയബാധിതരായ കർഷകർക്ക് സർക്കാർ സഹായം നൽകുന്നില്ല എന്നാരോപിച്ച് വെള്ളത്തൂവൽ കൃഷിഭവന് മുന്നിൽ കർഷക കോൺഗ്രസ് ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു. പ്രളയത്തിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് ധനസഹായം നൽകുക, കാർഷിക കടം എഴുതിത്തള്ളുക, വെള്ളത്തൂവൽ വില്ലേജിനെ മൂന്നാർ ട്രിബ്യൂണലിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കർഷക കോൺഗ്രസ് വെള്ളത്തൂവൽ മണ്ഡലം കമ്മിറ്റിയാണ് ധർണ സംഘടിപ്പിച്ചത്. പ്രളയമൊഴിഞ്ഞ് 4 മാസം പിന്നിടുമ്പോഴും കർഷകരോട് വാക്കുപാലിക്കാൻ സർക്കാരിനായിട്ടില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് കുറ്റപ്പെടുത്തി. 125 ദിവസം കഴിഞ്ഞിട്ട് ഒരാൾക്ക് പോലും ഒരു സഹായം കൊടുത്തില്ല എന്ന് മാത്രമല്ല, കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചൊരു വാക്ക് പോലും പറയാൻ തയ്യാറാത്ത ഒരു ഗവൺമെന്റാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളെ ഈ കൃഷിഭവന് മുന്നിലേക്ക് ഒരു സമരത്തിനെ നയിച്ചത് എന്ന് പറയാൻ ആപമായി ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷനായിരുന്നു. MR പ്രകാശ്, ജോസ് മുത്തനാട്, SK വിജയൻ, F രാജ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 വെള്ളത്തൂവൽ. കല്ലാർകുട്ടി ഹൈഡൽ ടൂറിസം പദ്ധതിയുടെ പ്രവർത്തനം ഇനിയും തുടങ്ങിയില്ല. കല്ലാർകുട്ടി ഡാമിൽ പെഡൽ ബോട്ട് സംവിധാനം ആരംഭിക്കാനായിരുന്നു പദ്ധതി. ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം ആരംഭിക്കുകയും ബോട്ടുകൾ എത്തിക്കുകയും ചെയ്തുവെങ്കിലും വൈദ്യുതി വകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ പദ്ധതി അനിശ്ചിതമായി നീളുകയാണ്. കല്ലാർകുട്ടി അണക്കെട്ടിൽ ബോട്ടിംഗ് ആരംഭിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 1 വർഷം മുൻപ് അണക്കെട്ടിനോട് ചേർന്ന് ബോട്ടിംഗ് ആരംഭിക്കാനുള്ള ടിക്കറ്റ് കൗണ്ടറുകളുടെയും ബോട്ട് ജെട്ടിയുടെയും നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. പദ്ധതി പ്രകാരം ആവശ്യമായ ബോട്ടുകളും എത്തിച്ചു. എന്നാൽ മഴക്കാലത്ത് നിർമ്മാണം നിലച്ചു. പദ്ധതിക്ക് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്തു. അവിടെയുണ്ടായിരുന്ന കാർഷിക വിളകളും വെട്ടിമാറ്റി. ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം ഭൂ ഉടമകൾക്ക് നൽകാമെന്ന ഉറപ്പിലാണ് കർഷകർ സ്ഥലം വിട്ടു നൽകിയത്. വൈദ്യുതി വകുപ്പിന്റെ അനുമതി ലഭിച്ചാൽ പദ്ധതി പൂർത്തീകരിക്കാമെന്ന് ടൂറിസം വകുപ്പ് അധികൃതർ പറയുന്നു. ഇതിനിടെ ബോട്ടുകൾ കാടുകയറിയും തുരുമ്പെടുത്തും നശിച്ചു. അടിയന്തരമായി വകുപ്പുകൾ ഏകോപിപ്പിച്ച് പദ്ധതി നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കോട്ടയം പാതാമുട്ടത്ത് പള്ളിയിൽ അഭയം തേടിയ കുടുംബങ്ങൾക്ക് സഹായ വാഗ്ദാനവുമായി CPM ജില്ലാ ഘടകം. പള്ളിയിൽ കഴിയുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും പാർട്ടി നേരിട്ട് സുരക്ഷ നൽകാൻ ഒരുക്കമാണ് എന്ന് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാൽ നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്ന് കുടുംബങ്ങൾ അറിയിച്ചു. ഡിവൈഎഫ്ഐ ഭീഷണിയെ തുടർന്ന് കുമ്പാടിപ്പള്ളിയിൽ പെൺകുട്ടികളടക്കമുള്ള കാരൽ സംഘം അഭയം തേടിയ സംഭവം വൻ രാഷ്ട്രീയ വിവാദമായി വളരുന്നതിനിടെയാണ് CPM ജില്ലാ സെക്രട്ടറി VN വാസവൻ പള്ളിയിലെത്തിയത്. സംഭവവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വാസവൻ പറഞ്ഞു. പള്ളിയിൽ തങ്ങുന്നവർ വീടുകളിലേക്ക് മടങ്ങിയാൽ പൂർണ്ണ സംരക്ഷണം ഒരുക്കാൻ പാർട്ടി തയ്യാറാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും സംരക്ഷണം തരാൻ തയ്യാറാണ്. ഒരാളും നിങ്ങളെ ആക്രമിക്കില്ല എന്നവരോട് സംസാരിച്ചു. അപ്പോൾ അവർക്കല്ല, അവർക്ക് പ്രധാനമായി മറ്റൊരു പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഈ കഥകളനുസരിച്ച് ഉടനെ എല്ലാവരും വീണ്ടും പിടിച്ചകത്തിടണം. അതിപ്പം നമ്മൾ വരേണ്ടത്, അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. പോലീസ് ആ കേസ് ഫ്രെയിം ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അക്രമികളുടെ ഭാഗത്തു നിന്നും ഭീഷണി തുടരുകയാണെന്നാണ് പള്ളിയിൽ കഴിയുന്നവർ വ്യക്തമാക്കുന്നത്. ഭയങ്കര ഭീഷണിയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം ഭയങ്കര കമന്റടിയാണ്. സ്ത്രീകളാണ് കമന്റടി. എന്നോട് ചോദിക്കുന്നത്, നിന്റെ മുഖത്ത് എന്താടി കാര പൊട്ടിയിട്ടാണ് ഇത്ര വലിയ മുറിവ്? സ്ത്രീകൾ തന്നെയാണ് ചോദിക്കുന്നത്. ഭയങ്കരമായിട്ട് ഭീഷണിയാണ്. FB കൂടെ ഓരോ പോസ്റ്റുകൾ ഇടും.
ഞങ്ങൾക്ക് പേടിയാണ് വെളിയിലോട്ട് ഇറങ്ങാൻ. കഴിഞ്ഞ 23-നാണ് കൂമ്പാടി സെന്റ് ആംഗ്ലിക്കൻ പള്ളിയിലെ പെൺകുട്ടികളടക്കമുള്ള കാരൽ സംഘത്തിന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെട്ട സംഘത്തിന്റെ മർദ്ദനമേറ്റത്. യുവാക്കളെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി പിന്നീട് ജാമ്യം നൽകി. വിഷയമുന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരുന്നു. 16-ന് UDF രാപ്പകൽ സമരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. ഇടവേളയ്ക്ക് ശേഷം നാട്ടുവർത്തമാനം തുടരും. നാട്ടുവർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം. അര ഏക്കറോളം നിലത്ത് നെൽകൃഷി നടത്തി വിജയഗാഥ രചിക്കുകയാണ് സദാനന്ദപുരം ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ. ഞാറ്റുവേല പാട്ടുകളോടെ കുട്ടികളോടൊപ്പം തൊഴിലുറപ്പ് തൊഴിലാളികൾ കൂടി ചേർന്നതോടെ കൊയ്ത്തുത്സവം ആഘോഷമായി. വീടും വിദ്യാലയവും പദ്ധതിയുടെ ഭാഗമായി മണ്ണിൽ പൊന്ന് എന്ന പേരിലാണ് കൃഷി. വെട്ടിക്കവല കൃഷിഭവന്റെ സഹായത്തോടെ അര ഏക്കറിലാണ് കരനെൽ കൃഷി നിലമൊരുക്കിയത്. കാർഷിക വൃത്തി ആഘോഷമാക്കുകയാണ് കുട്ടികൾ. ഈ നെൽകൃഷി എന്ന് പറയുന്നത് ഇത്ര ഇതായിട്ടാണ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്കൊരു പുതിയ അനുഭവം തന്നെയാണിത്. ഞങ്ങൾക്ക് സാർമാരെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. ഞങ്ങളെ സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് അവർ വെള്ളം ഒഴിക്കാനും ഒക്കെ ഒരുപാട് നേരം നിൽക്കാറുണ്ട്. ഇവിടെ നെല്ല് മാത്രമല്ല കുറേ ഇനം കൃഷി ചെയ്യുന്നുണ്ട്. വാഴ, പ്ലാഷൻ ബൂട്ട്, വെണ്ട, വഴുതനങ്ങ, പയർ, അങ്ങനെ നിരവധി കൃഷി ചെയ്യുന്നുണ്ട്. നിലമൊരുക്കൽ, വിത്തിടൽ, കളപറിക്കൽ തുടങ്ങി കൊയ്ത്തു വരെയുള്ള വിവിധ ഘട്ടങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. ഇതൊരു ഭയങ്കര സന്തോഷം. എനിക്ക് വിശ്വസിച്ചൊക്കെ ഞങ്ങളൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ കൃഷി ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ കൊയ്തും കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചവിട്ടിപ്പൊഴിച്ച് ഞങ്ങൾ രണ്ട് പാത്രമാക്കിയേ പോവുള്ളൂ. നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം കാമ്പസ് ഒരു പാഠപുസ്തകം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ ക്ലാസ്സിലെയും കൃഷി സംബന്ധമായ അധ്യായങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതുവഴി ഞങ്ങൾ പ്രായോഗികമായിട്ട് കൃഷി ചെയ്യുകയും അത് ഇവിടെയുള്ള ഒരു 4 ഏക്കറോളം ഇപ്പോൾ വ്യാപിച്ചു കിടക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു മഹാസന്തോഷത്തിലാണ് ഞാനും ഞങ്ങളുടെ ഈ നാട്ടുകാർ. കൊയ്ത്തുപാട്ടിന്റെ അകമ്പടിയോടെ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും കൃഷി ഉദ്യോഗസ്ഥരും അധ്യാപകരും ചേർന്ന് വിളവെടുപ്പ് ഉത്സവമാക്കി. ന്യൂസ് 18 കൊട്ടാരക്കര. പ്രളയത്തിൽ തകർന്ന ഇടുക്കി പന്നിയാർക്കുടിയിൽ പൊതുജനങ്ങൾക്കായി വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചു നൽകി NSS വിദ്യാർത്ഥികൾ. രാജാക്കാട് മുല്ലക്കാനം സാൻജോ കോളേജ് വിദ്യാർത്ഥികളാണ് ക്യാമ്പിനോടനുബന്ധിച്ച് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചത്. സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് പ്രളയബാധിത മേഖലയായ പന്നിയാർക്കുട്ടിയിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. വിദ്യാർത്ഥികൾ കണ്ടെത്തിയ 1 ലക്ഷത്തോളം രൂപ ചെലവിട്ടായിരുന്നു നിർമ്മാണം. പ്രദേശവാസികളും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സുഹൃതം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിർമ്മാണം. സുഹൃതം 2018 പദ്ധതിയുടെ ഭാഗമായിട്ട് നാടിന്റെ നന്മയ്ക്കും സേവനത്തിനും വേണ്ടിയിട്ട് യുവജനങ്ങൾ സമൂഹ നിർമ്മിതിക്ക് എന്ന ആപ്തവാക്യം സ്വീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ ഈ സംരംഭം നാടിനും സമൂഹത്തിനും അഭിമാനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി വെയിറ്റിംഗ് ഷെഡിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ് നിർവഹിച്ചു. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സതി, പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം കരുനാഗപ്പള്ളിയിൽ പള്ളിക്കല്ലാറിനും കുന്നേറ്റിക്കായലിനും ഭീഷണിയായി കുളവാഴകൾ വ്യാപകമായി. ഇതോടെ ഉൾനാടൻ മത്സ്യബന്ധനവും ബോട്ട് യാത്രയും പ്രതിസന്ധിയിലാകുമെന്നാണ് ആശങ്ക. പള്ളിക്കലാർ കനേറ്റിക്കായലുമായി സംഗമിക്കുന്ന ഭാഗത്താണ് വ്യാപകമായി കുളവാഴകൾ വളരുന്നത്. കിലോമീറ്ററുകളോളം വിസ്തൃതിയിൽ കുളവാഴകൾ വ്യാപിച്ചു കഴിഞ്ഞു. മാർക്കറ്റ് മുതൽ കനേറ്റി ബോട്ടിയെട്ടി വരെയും കുളവാഴകൾ ജലാശയത്തെ മൂടി. നൂറുകണക്കിന് ആളുകൾ ഉൾനാടൻ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന സ്ഥലം കൂടിയാണിത്. കുളവാഴകൾ നിറയുന്നത് മത്സ്യബന്ധനത്തെ സാരമായി ബാധിക്കുന്നു. ജലോപരിതലം മുഴുവൻ കുളവാഴകൾ നിറഞ്ഞു കിടക്കുന്നതിനാൽ വലയെറിയാൻ സാധിക്കുന്നില്ല. കായലിലൂടെയുള്ള ബോട്ട് സർവീസും പ്രതിസന്ധിയിലാണ്. DTPCയുടെ വിനോദസഞ്ചാര ബോട്ടുകൾ സർവീസ് നടത്തുന്നതും ഇതുവഴിയാണ്. വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും പോലും സഞ്ചരിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ പള്ളിക്കലാറിൻ്റെ ഏതാണ്ട് നല്ലൊരു ഭാഗം മൂടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കന്നേറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള DTPCയുടെ ബോട്ട് സർവീസ് പോലും നടത്താൻ പറ്റാത്ത തരത്തിൽ ടൂറിസ്റ്റുകൾ അതിൽ വലിയ താല്പര്യത്തോടെ ഒരു ഘട്ടത്തിൽ വന്നെങ്കിൽ ഇപ്പോൾ ആ യാത്ര പോലും വേണ്ട എന്ന് വെക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. TS കനാലിലേക്ക് കുളവാഴകൾ ഒഴുകിയെത്തുന്നുണ്ട്. ദിവസങ്ങൾ മുമ്പ് വിദേശികളായ വിനോദസഞ്ചാരികളുമായി പോയ പൂരവഞ്ചി കോവിൽത്തോട്ടം ഭാഗത്ത് കുളവാഴകൾക്കിടയിൽ കുടുങ്ങിയിരുന്നു. കുളവാഴകൾ വെള്ളത്തിനടിയിലെ ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയും സാരമായി ബാധിക്കും. കുളവാഴകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കരുനാഗപ്പള്ളി. പലനാൾ മോഷണം നടത്തിയ കള്ളൻ ഒടുവിൽ കുടുങ്ങി. അടയ്ക്ക മോഷണം പോകുന്നത് തടയാൻ വ്യാപാരി CCTV വെച്ചതോടെയാണ് കള്ളനെ കണ്ടെത്തിയത്. മലപ്പുറം വാഴക്കാടാണ് സംഭവം. സ്ഥിരമായി കാർഷിക വളങ്ങൾ പാട്ടത്തിനെടുത്ത് കച്ചവടം ചെയ്യുന്ന മണിയോടമൂല സ്വദേശി ഉണ്ണിമോന്റെ കാർഷികോൽപ്പന്ന ഷെഡിൽ മോഷണം പതിവായിരുന്നു. കള്ളനെ പിടികൂടാൻ കഴിയാത്തതിനാൽ ഷെഡിൽ CCTVകൾ സ്ഥാപിച്ചു. ക്യാമറ സ്ഥാപിച്ച ദിവസം തന്നെ കള്ളൻ ക്യാമറയിൽ കുടുങ്ങി. ദൃശ്യങ്ങൾ പോലീസിന് കൈമാറിയതോടെ
സമീപവാസിയായ കള്ളൻ പിടിയിലായി. മുണ്ടമ്പുഴ സ്വദേശി അനീസ് അലിയാണ് പിടിയിലായത്. ക്യാമറ വെച്ചവളാണ് പിന്നെ ഞങ്ങൾ കിട്ടിയത്. ഞങ്ങളെന്തൊരു കാട്ടെന്ന് വിചാരിച്ചിട്ട് പേടിച്ചുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ നിന്ന്. പിന്നെ അയൽക്കാരൊക്കെ വന്നുകാട്ടാണ് ഇങ്ങനെ ആയത്. പിന്നെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിവരം കൊടുത്ത് സ്റ്റേഷനിൽ ഇപ്പോൾ വന്നിട്ട് പോലീസ് വന്നിട്ട് ഇപ്പോൾ പിടിച്ചു. ഇയാൾ ഒറ്റയ്ക്കല്ല കളവ് നടത്തുന്നത് എന്നാണ് പോലീസിന്റെ അനുമാനം. കൂട്ടാളികളെ കണ്ടെത്താൻ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇദ്ദേഹം സ്ഥിരമായി മദ്യപിക്കുന്ന ആളാണ്. അപ്പോൾ ആ മദ്യത്തിൻ്റെ ഇതിൽ രാത്രി പലതവണ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അന്ന് രാത്രി വന്നിട്ടാണ് കൊണ്ടുപോയത് അടയ്ക്കാൻ. ന്യൂസ് 18 വാഴക്കാട്. കാർഷിക മേഖലയിലെ ദുരവസ്ഥ മാറുന്നതുവരെ ഇടുക്കി ജില്ലയിൽ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ആവശ്യപ്പെട്ടു. കടബാധിതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവ കർഷകൻ താന്നിക്കാട്ടുകാല സന്തോഷിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. KSFE പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പാ കുടിശ്ശികളുണ്ട് എന്നറിയുന്നു. അവരെ ഇടയ്ക്ക് അതിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് അത് എത്രയും വേഗം പൈസ അടയ്ക്കണം എന്നുള്ള സാഹചര്യമുണ്ടായി. ഈ നിസ്സഹായാവസ്ഥയിൽ നിന്നെല്ലാമാണ് സന്തോഷിൻ്റെ മരണമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ കുടുംബത്തിന് ഒരു താങ്ങായി എന്തെങ്കിലും അവർക്ക് ആശ്വാസ നടപടികൾ പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നാണ്യവിളകളുടെ തകർച്ചയിൽ നിന്നും കരകയറാൻ പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞ ഹൈറേഞ്ചിലെ കർഷകർക്ക് തിരിച്ചടി. കാലാവസ്ഥാ വ്യതിയാനം മൂലം പാവൽ തണ്ടുകൾ കരിഞ്ഞുണങ്ങി നശിച്ചതോടെ അങ്കലാപ്പിലാണ് കർഷകർ. പ്രളയം ബാക്കിവെച്ച ദുരിതങ്ങളിൽ നിന്ന് കരകയറാനുള്ള കർഷകരുടെ അവസാന നീക്കത്തിനാണ് തിരിച്ചടി നേരിട്ടത്. മറ്റെല്ലാ കൃഷികളും നശിച്ചതോടെ ഏറെ പേരും പാവൽ, പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഡിസംബർ മാസത്തിലുണ്ടായ മഞ്ഞുവീഴ്ചയും പകൽ സമയത്തെ കൊടുവയിലും തുടങ്ങിയതോടെ പാവൽ തണ്ടുകൾ കരിഞ്ഞു തുടങ്ങി. ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മൊസൈക്ക് രോഗമാണ്. മൊസൈക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പാവൽ തീർന്നു പോവുകയാണ്. അതായത് പിന്നെ ഒരു ആദായം കിട്ടുന്നില്ല. വ്യാപകമായിട്ട് ഈ വർഷമുണ്ട്. പ്രതിവർഷം 30,000 രൂപ മുതൽ 75,000 രൂപ വരെ പാട്ടക്കൂലി നൽകിയാണ് കൃഷി. മുൻപ് ഒരു ചെടിയിൽ നിന്ന് 5 കിലോ വരെ വിളവ് ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് ശരാശരി 1 കിലോയെ ചുരുങ്ങിയതെന്നും കർഷകർ പറയുന്നു. ഈ കൊല്ലം വില തീർത്ത് തന്നെ ഇല്ല. കൂട്ട് ഉൽപ്പാദനത്തിൽ ഭയങ്കരമായിട്ട് കേടുകളും പിന്നെ പാവയ്ക്കായ്ക്ക് കൂടുതലായിട്ട് കേടുകളായിരുന്നു ഈ വർഷം ഉണ്ടാകുന്നത്. ഈ മുള്ളു പഴുത്ത് പോകുന്നു. പിന്നെ ചെടിക്ക് ആയുസ് നിൽക്കുന്നില്ല. ഈ കേട് വരുന്നതുകൊണ്ട് ഒരു കാഴ്ച ചെടി അങ്ങ് പോവുകയാണ്. കിലോയ്ക്ക് 40 മുതൽ 50 രൂപ വരെ മാർക്കറ്റ് വിലയുണ്ടെങ്കിലും കർഷകർക്ക് ലഭിക്കുന്നത് 16 മുതൽ 18 രൂപ വരെ മാത്രമാണ്. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം അരീക്കോട് ന്യൂ ബസാർ ഫെസ്റ്റിന് സമാപനം. 70 ദിനം നീണ്ടുനിന്നായിരുന്നു പരിപാടി. ന്യൂ ബസാറിന്റെ 70ാം വാർഷികം ആഘോഷിക്കാനാണ് 70 നാൾ നീണ്ട ഉത്സവം സംഘടിപ്പിച്ചത്. 70 കച്ചവടക്കാരായിരുന്നു സംഘാടകർ. മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനവും വിതരണം ചെയ്തു. കലാസാംസ്കാരിക രംഗത്തെ മികവിന് ലുക്മാൻ അരിക്കോടിനെ ചടങ്ങിൽ ആദരിച്ചു. 70 ദിവസവും വളരെ തകർത്ത് ഈ കച്ചവടം പൊടിപൊടിച്ചു. 10,000 കണക്കിന് കസ്റ്റമേഴ്സ് ഈ സാധനങ്ങൾ വാങ്ങിക്കുകയും അവർക്കൊക്കെ തന്നെ അതുകൊണ്ട് തന്നെ അന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ സമ്മാനങ്ങൾ, അന്നത്തെ 60 സമ്മാനത്തിന് പുറമെ ഇന്ന് വീണ്ടും 60 സമ്മാനങ്ങൾ കൊടുത്തു. മലപ്പുറം ജില്ലാ ഹോട്ടൽ അസോസിയേഷൻ നടപ്പിലാക്കുന്ന സമ്മാന പദ്ധതിയുടെ ആദ്യ കൂപ്പൺ വിതരണവും ചടങ്ങിൽ നടന്നു. ന്യൂസ് 18 അരീക്കോട്. മലപ്പുറം ജില്ലാ സബ് ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിന് സമാപനം. SK പുലമാന്തോളിനാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. വാഴയൂർ വുഷു ക്ലബ്ബും ജൂബിലി പെരിന്തൽമണ്ണയും 2-3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 167 പോയിന്റുകളുമായാണ് SK പുലാമന്തോൾ ചാമ്പ്യന്മാരായത്. 67 പോയിന്റ് നേടിയ വാഴൂർ വുഷു ക്ലബിനാണ് 2ാം സ്ഥാനം. 52 പോയിന്റോടെയാണ് ജൂബിലി ക്ലബ്ബ് പെരിന്തൽമണ്ണ 3ാം സ്ഥാനത്തെത്തിയത്. ഗ്രേസ് മാർക്കും അഡ്മിഷനും ഉപരിയായിട്ട് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഇത് മുഖ്യ പങ്ക് വഹിക്കണം. വുഷു പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലത്തെ വെൽ ഡിസിപ്ലിനാണ്. അവിടുത്തെ ടീച്ചേഴ്സായാലും PT ടീച്ചേഴ്സാണ് അഭിപ്രായപ്പെടുന്നത്. അതായത് വുഷുവിൻ്റെ ഒരു ക്ലാസ് അവിടെ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതായത് വെൽ ഡിസിപ്ലിനാണ് എല്ലാ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം വരുന്നത്. സമാപന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ അനീർ ഷാ സമ്മാനദാനം നിർവഹിച്ചു. ദേശീയ താരങ്ങളായ ഗ്രീഷ്മ, ഷാന, പ്രവീൺ എന്നിവരെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഈ മാസം 6, 7 തീയതികളിൽ ചേർത്തലയിൽ നടക്കും. നാഷണൽ ചാമ്പ്യൻഷിപ്പ് 22 മുതൽ പഞ്ചാബിലെ ജലന്ധറിലാണ് നടക്കുക. ന്യൂസ് 18 അരീക്കോട്. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വേറിട്ട വഴി തേടി കൊല്ലം ചവറ കൊറ്റൻകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. അധ്യാപകർക്ക് ആദരമർപ്പിച്ചതിനൊപ്പം 2 കൂട്ടുകാർക്ക് ചികിത്സാ സഹായവും നൽകിയാണ് ക്ലാസ്മേറ്റ്സ് കൂട്ടായ്മ പിരിഞ്ഞത്.
കൊല്ലം കൊറ്റംകുളങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1992 10ാം ക്ലാസ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ക്ലാസ്മേറ്റ്സ് ആണ് വെളിച്ചം 2018 എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ആദരവും സംഘടിപ്പിച്ചത്. ഒപ്പം പഠിച്ചവരിൽ അടിയന്തരമായി ചികിത്സാ സഹായം ആവശ്യമായ കൂട്ടുകാർക്ക് ധനസഹായം ചടങ്ങിൽ കൈമാറി. പരിപാടികളുടെ ഉദ്ഘാടനം കേരള സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ പി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. പക്ഷേ അനുഭവാർജിതമായ ഈ ഗുരുക്കന്മാർ തന്നത് അനുഭവങ്ങളുടെ വേഗമുള്ള അറിവാണ്. 26 വർഷങ്ങൾക്ക് ശേഷം അന്ന് പഠിപ്പിച്ച അധ്യാപകരെ ഒരേ വേദിയിലെത്തിച്ചു വിദ്യാർത്ഥികൾ. ദേശീയ അധ്യാപക അവാർഡ് ജേതാവും ജൂനിയർ റെഡ് ക്രോസിന്റെ ജില്ലയിലെ സ്ഥാപകനുമായ ഭദ്രൻ എസ് ഞാറക്കാട് ഉൾപ്പെടെ 12 അധ്യാപകരാണ് ചടങ്ങിന് എത്തിയത്. ക്ലാസ്മേറ്റ്സ് 1992 നേതൃത്വത്തിൽ സ്കൂളിലെ ബ്ലോക്ക് ബി കെട്ടിടം പെയിന്റ് ചെയ്ത് നൽകി. പൂർവ്വ വിദ്യാർത്ഥികളുടെയും കുടുംബത്തിന്റെയും കലാപരിപാടികളും നടന്നു. ന്യൂസ് 18 കൊല്ലം. കൊച്ചിൻ ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി. മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. 50,000 ചതുരശ്ര അടിയിൽ അലങ്കാര ചെടികളുടെയും പൂക്കളുടെയും വലിയ പൂന്തോട്ടമാണ് ആരംഭിച്ചിട്ടുള്ളത്. 4000 റോസ് ചെടികൾ, 1500-ലധികം അപൂർവീനം ഓർക്കിഡുകൾ, ബോൺസായി ചെടികൾ, ലില്ലി ചെടികൾ, അഡീനിയം, ആന്തൂറിയം, ടേബിൾ ടോപ്പ് ഗാർഡൻ, ബാൽസം തുടങ്ങി ഒട്ടനവധി സസ്യങ്ങളും നിശ്ചല ദൃശ്യവും പ്രദർശനത്തിലുണ്ട്. നഴ്സറികളിൽ നിന്നുള്ള വിത്ത്, വളം, ചെടി എന്നിവ മിതമായ നിരക്കിൽ വിൽപ്പനയ്ക്ക് ഒരുക്കിയിട്ടുണ്ട്. കേരളം വീണ്ടും പൂവണിയട്ടെ എന്നാണ് പ്രളയ ദുരിതത്തിന് ശേഷം നടത്തുന്ന ഫ്ലവർ ഷോയുടെ മുദ്രാവാക്യം. ഫ്ലവർ ഷോയുടെ ലാഭവിഹിതം പൂർണ്ണമായും നവകേരള സൃഷ്ടിക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. എറണാകുളം അഗ്രി ഹോർട്ടികൾച്ചർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പ്രദർശനം മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മറൈൻ ഡ്രൈവ് മൈതാനത്ത് നടക്കുന്ന ഫ്ലവർ ഷോ ജനുവരി 13 അവസാനിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രവേശനം പാസ് മൂലമാണ്. ന്യൂസ് 18 കൊച്ചി. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി ബിനാലെയും കൈകോർക്കുന്നു. കലാസൃഷ്ടികൾ ലേലം ചെയ്ത് ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാൻ ഒരുങ്ങുകയാണ് കലാകാരന്മാർ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിഖ്യാത കലാകാരന്മാരുടെ ചിത്രങ്ങളാണ് ലേലത്തിന് വെച്ചിട്ടുള്ളത്. മുംബൈയിലെ സാഫ്രൺ ആർട്ട് ലേലക്കമ്പനിയുമായി സഹകരിച്ചാണ് ബിനാലെ ഫൗണ്ടേഷൻ ലേലം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലെ ബാസ്റ്റിൻ ബംഗ്ലാവിൽ ലേലത്തിനായി ഒരുക്കിയിരിക്കുന്ന ചിത്രങ്ങൾ സന്ദർശകർക്ക് കാണാനുള്ള സൗകര്യവുമുണ്ട്. ലേലത്തിൽ ലഭിക്കുന്ന തുക പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകുന്നത്. ഫണ്ട് റേസിംഗ് ഓപ്ഷൻ, അതായത് കേരളത്തിന് വേണ്ടിയിട്ട് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിന് വേണ്ടിയിട്ട്, ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിന് വേണ്ടിയിട്ട്. മൺമറഞ്ഞു പോയ ഇതിഹാസ കലാകാരി അമൃത ഷേർഗിൽ, കലാകാരന്മാരായ അനീഷ് കപൂർ, ഗുലാം മുഹമ്മദ് ഷേഖ് എന്നിവരുടെ സൃഷ്ടികളും ലേലത്തിനുണ്ട്. സറ്റേറിക്കലി വാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇമേജുകളാണ് പലപ്പോഴും ഇതിനകത്തുള്ളത്. അതിൽ ചിലപ്പോൾ പഴഞ്ചൊല്ലുകളുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് പഴഞ്ചൊല്ലുകൾ. ചില റിയൽ ഇൻസിഡൻസിനെ ഞാൻ മറ്റു രീതിയിൽ നോക്കിക്കാണാണ്, സറ്റേറിക്കലി നോക്കിക്കാണാണ്. അപ്പോൾ അങ്ങനെ കുറേ ഇമേജുകൾ വരയ്ക്കാനുള്ള സ്പേസ് ആദ്യം ഉണ്ടാക്കിയിട്ട് ഇമേജുകൾ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ജനുവരി 18 ലേലം സംഘടിപ്പിച്ചിട്ടുള്ളത്. കലാസൃഷ്ടികളുടെ പ്രദർശനം 17 തീയതി വരെ സന്ദർശകർക്ക് കാണാൻ സാധിക്കും. ന്യൂസ് 18 കൊച്ചി.